ഹലോ എവരിവൺ, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സിന്റെ ഒരു സീരീസ് ആണ്. ഈ സീരീസിൽ നമ്മുടെ 15ാമത്തെ ക്ലാസ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയർ ആണ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും SIR. ഓക്കെ, സർ എന്ന് നമ്മൾ ചുരുക്കപ്പേര് പറയുമെങ്കിലും ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ പുതിയ രീതിയിലുള്ള അതിതീവ്ര പരിഷ്കരണ വോട്ടിംഗ് പട്ടിക നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പുതിയ ഇലക്ഷൻസിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു കറണ്ട് അഫയർ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്റെ പേര് കിരൺ. ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് നമുക്ക്, അതിൽ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് @കിരൺ PSC സ്റ്റഡി സർക്കിൾ എന്ന് പറയും. ഇത് ജനറൽ PSC എല്ലാത്തിനും ഉള്ളതാണ്. @കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് വേറൊരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഡിഗ്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പൊതുവായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. നിങ്ങൾ ഈ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, എങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിന്റെ കാര്യത്തിലേക്ക് പോയാലോ? അതെ, നമുക്ക് PSC പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു മെത്തേഡ് ഉണ്ട്. മെത്തേഡിന്റെ പേരാണ് KPSM മെത്തേഡ് എന്ന് പറയും. അതായത് കേരള PSC സ്റ്റഡി മെത്തേഡ് എന്നാണ് ഇതിനെ പറയാ. അപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ പേര് കിരൺ ആയതുകൊണ്ട്, ഞാൻ ഉണ്ടാക്കിയതായതുകൊണ്ട് ഇതിനെ കിരൺ PSC സ്റ്റഡി മെത്തേഡ് നമ്മൾ പറയുന്നതായിരിക്കും. ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ കറണ്ട് അഫയർ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ കറണ്ട് അഫയറിന്റെ എല്ലാ കാര്യങ്ങളും എടുത്ത് പഠിക്കുക, അല്ലെങ്കിൽ എന്താ ഫുൾ ബുള്ളറ്റിൻ പഠിക്കുക, PSC ബുള്ളറ്റിൻ മൊത്തമായിട്ട് പഠിക്കുക, ഓരോ ഡെയിലി വരുന്ന കറണ്ട് അഫയേഴ്സ് എല്ലാം എഴുതി വെക്കുക, ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കുക, വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ഒരുപാട് ബുള്ളറ്റിൻ എടുത്ത് വായിച്ചു നോക്കുക. ഇങ്ങനെ ഒന്നും നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് സിലബസ് എടുക്കും. ആ സിലബസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കറണ്ട് അഫയേഴ്സ് ഉണ്ടെന്ന് നോക്കും. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യും, പഠിക്കുന്നതായിരിക്കും. അത് എഴുതി വെക്കാൻ വേണ്ടി മാത്രം ഒരു സെപ്പറേറ്റ് ബുക്ക് വെക്കുക. ഈ സെപ്പറേറ്റ് ബുക്കിൽ എല്ലാ മാസവും ഒന്നും പുതുതായിട്ട് വരാൻ വേണ്ടി പോകുന്നില്ല. വരുന്നുണ്ടെങ്കിൽ എഴുതും, വരുന്നില്ലെങ്കിൽ എഴുതുന്നില്ല. വളരെ കുറച്ചേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, എഴുതുള്ളൂ. ആ കുറച്ച് എഴുതുന്നതിലൂടെ 20 മാർക്കാണ് വേണ്ടതെങ്കിൽ ആ 20 മാർക്കിന്റെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ 18 മാർക്ക് നമ്മൾ നേടിയെടുക്കുന്നതായിരിക്കും. ഓക്കെ, അല്ല 15 മാർക്കാണ് ഉള്ളതെങ്കിൽ 13 മാർക്ക് നമ്മൾ നേടിയെടുക്കുന്നതായിരിക്കും. സാർ എന്താ ഈ 2 മാർക്ക്? 2 മാർക്ക് വളരെ സിമ്പിൾ ആണ്. ന്യൂസ് നിങ്ങളെല്ലാം പഠിക്കുന്നതിന് എന്തുണ്ടാവും, കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും. അതിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. ഓക്കെ, കറണ്ട് അഫയേഴ്സ് ഉറപ്പായിട്ടൊന്നും ഉണ്ടാവുന്നതായിരിക്കും. ആ 2 വേണോ 18 വേണോ, 2 വേണോ 13 വേണോ, 2 വേണോ 8 വേണോ, വിവിധ എക്സാംസിന് വിവിധ രീതിയിലാണല്ലോ ഉള്ളത്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്നിട്ട് ഈ കറണ്ട് അഫയേഴ്സിനെ റെഗുലർ ആയിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. എക്സാംസിന് ഒരു മാസം മുമ്പ് കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതെല്ലാം നിർത്തിയിട്ട് പുതിയൊന്നും പഠിക്കേണ്ട കാര്യമില്ല. എന്താണോ നമ്മുടെ ബുക്കിലുള്ളത് ആ ബുക്കിൽ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ, ഫുൾ കറണ്ട് അഫയറിന്റെ സ്ട്രാറ്റജി നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നോക്കാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. സോ നമ്മുടെ 15ാമത്തെ ക്ലാസ് ആണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന്റെ കറണ്ട് അഫയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളെല്ലാം ഓക്കെ ആണല്ലോ? അതെ, ഇതാണ് നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത്. ഈ സിലബസുമായി ബന്ധപ്പെട്ടിവിടെ നോക്കിയേ, സിറ്റിസൺഷിപ്പ് ആക്ട് 2024 അതല്ല ഏറ്റവും കറണ്ട് അഫയർ ആയിട്ടുള്ളത്. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ, അതായത് പൗരന്മാരല്ലാത്തവരെല്ലാം ഒഴിവാക്കിയിട്ട് ആരൊക്കെ ലിസ്റ്റിൽ കൂടുതലായിട്ട് കയറിയിട്ടുണ്ടോ അവരെല്ലാം മാറ്റിയതിനു ശേഷം പുതുതായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, ആക്ച്വലി ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, പുതിയൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. അതന്നെയല്ലേ ഒരു തരത്തിൽ പറഞ്ഞാൽ സിറ്റിസൺഷിപ്പ് നമ്മൾ എന്ത് ചെയ്യുക, ഇന്ത്യൻ പൗരന്മാർ തന്നെയാണോ ഇവിടെ വോട്ട് ചെയ്യുന്നത് എന്ന് നോക്കാനുള്ള ഒരു പരിപാടിയുടെ പേരാണ് സ്പെഷ്യൽ ഇന്റർവെൻഷൻ റിവിഷൻ. അതല്ല ഇപ്പൊ ന്യൂസിൽ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങൾ പറയുന്നത് ഞങ്ങൾ നടത്തില്ല, കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ ഒക്കെ എന്നിവരെല്ലാം പറഞ്ഞ് ഞങ്ങളുടെ സംസ്ഥാനത്ത് ഈ പരിപാടി നടക്കില്ല, ഇതിനെ ഞങ്ങൾ എന്ത് ചെയ്യുന്നതായിരിക്കും, കേസ് കൊടുക്കുന്നതായിരിക്കും, വി വിൽ ഗോ ടു സുപ്രീം കോർട്ട് എന്നൊക്കെ എല്ലാവരും പറയുന്നത്. അപ്പൊ ഇവിടെ വലിയ ഭാഷയിൽ പൗരത്വം എന്ന് എഴുതി വെച്ചിട്ടില്ലേ, അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയർ എന്നല്ലേ ഇത്. ഓക്കെ, അവിടെ നമുക്ക് ഗവൺമെന്റിന്റെ ഘടകങ്ങളില്ലേ, ആ ഗവൺമെന്റിന്റെ ഘടകങ്ങളിൽ സെൻട്രൽ ഗവൺമെന്റ് ഇല്ലേ. അപ്പൊ അവിടുത്തെ മന്ത്രിമാര്, പ്രധാനമന്ത്രി ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടെങ്കിലോ ഇവിടുത്തെ മന്ത്രിമാര്, അവരുടെ വകുപ്പ് എന്താണ്, മറ്റു കാര്യങ്ങൾ എന്താണ്, ഇതെല്ലാം നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി ഇവിടെ ഭരണഘടനാ സ്ഥാപനങ്ങളില്ലേ, എവിടെ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതി കഴിഞ്ഞിട്ട് ഭരണഘടനാ സ്ഥാപനങ്ങളും അവരുടെ ചുമതലകൾ എന്ന് പറഞ്ഞിട്ട് സംഭവം കണ്ടോ, പഞ്ചായത്ത് രാജിന് ശേഷം. അതല്ലേ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്താ, AG, CAG, പ്രസിഡന്റ്, ഒക്കെ സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, ചീഫ് ജസ്റ്റിസ് എല്ലാവരും വന്നില്ലേ. ഓക്കെ, പിന്നെ ഇവിടെ ഭരണഘടനാ ഭേദഗതി ഇല്ലേ, 2 പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതി നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് 106-ാം ഭരണഘടനാ ഭേദഗതി, ഒന്ന് 130-ാമത്തെ അമെന്റ്മെന്റ് ബിൽ. ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. ഓക്കെ, പിന്നെ ജനുവരി 2026, ഓഗസ്റ്റ് 15 അതിന്റെ തീം, ഗസ്റ്റ്, അങ്ങനെ എന്ത് ചെയ്യാം നോക്കി വെക്കുക.
ഇതുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക തീവ്ര പരിഷ്കരണം, അല്ലെങ്കിൽ അതിനെ SIR എന്ന് വിളിക്കും. SIR എന്ന് വെച്ച് കഴിഞ്ഞാൽ സോറി, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്നാണ് പറയാ. ഇത് ചെയ്യാൻ പോകുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോ ഇലക്ഷൻ കമ്മീഷനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കമ്മീഷൻ അല്ലേ, ഒരു ഭരണഘടനാ കമ്മീഷൻ അല്ലേ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയർ അല്ലേ, എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി വരാൻ പോകുന്ന എക്സാംസുകളിൽ 2026 നടക്കാൻ പോകുന്ന എക്സാംസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പൊ നവംബർ ആയില്ലേ, ഓക്കെ, ഇനി ഒരു മാസമല്ലോ ഡിസംബർ, ഓക്കെ, ഇനി വരാൻ പോകുന്ന എക്സാംസ് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കാണാവുന്നതാണ്. എങ്കിൽ നമുക്ക് എന്താ ഈ കാര്യം നോക്കാം. എന്താണ് ഈ പ്രത്യേക തീവ്ര പരിഷ്കരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയ കാര്യമാണ്. വോട്ടിംഗ് പട്ടിക എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. ആ വോട്ടിംഗ് പട്ടികയിലുള്ളവർ തന്നെയാണ് വോട്ട് ചെയ്യുന്നത് എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ, ആർക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്യുക, എന്ത് വേണമെങ്കിൽ വോട്ട് ചെയ്യുക, എങ്ങനെ വേണമെങ്കിൽ വോട്ട് ചെയ്യുക, ഒരു കണക്കും കഥയില്ലെങ്കിൽ എങ്ങനെ ഇലക്ഷൻ സുതാര്യമായി നടക്കാൻ പറ്റുക? വോട്ടിംഗ് പട്ടിക ഉണ്ടായിട്ട് തന്നെ ഇഷ്ടം പോലെ കള്ള വോട്ടാണ്, ഇഷ്ടം പോലെ പ്രശ്നമാണ്, ആകെ ഇഷ്യൂ ആണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ രാഹുൽ ഗാന്ധിയൊക്കെ എന്ന് പറയുന്നുണ്ട്, വോട്ട് ചോരി പറയുന്നുണ്ട്, ആകെ പ്രശ്നമാണ്. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു, ഞങ്ങളെല്ലാം വോട്ട് ചോരിയായിട്ട് നിങ്ങൾ എന്താണ് ആക്ച്വലി കണക്കാക്കാൻ വേണ്ടി പോവുകയാണ് അല്ലെ, എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ വോട്ട് ചോരി ഒന്ന് തീർക്കണമല്ലോ, അല്ലെങ്കിൽ പ്രശ്നമൊക്കെ ഒന്ന് റെഡിയാക്കണമല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ തീരുമാനിച്ചു, പ്രത്യേക തീവ്ര പരിഷ്കരണം നടത്താൻ വേണ്ടി തീരുമാനിച്ചു. ഇതാണ് ഇതിന്റെ ബേസ് ആയിട്ടുള്ള കഥ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ 1 സെക്കൻഡ്. ഇതാണ് ഇതിന്റെ ബേസ് ആയിട്ടുള്ള കഥ എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ബേസ് ആയിട്ടുള്ള കഥ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സർ കുറെ നേരം ബേസ് ആയിട്ടുള്ള കഥ എന്ന് പറയുന്നു, അടുത്ത അതിലേക്ക് പോകും. ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യായിരുന്നു, വേറെ ഒന്നുമില്ല. അപ്പൊ വോട്ടർ പട്ടിക നമ്മൾ പരിശോധിച്ചോട്ടെ, എന്നിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു, ചെയ്തോട്ടെ, കൃത്യത വർത്തിക്കോട്ടെ, ന്യായമായ തെരഞ്ഞെടുപ്പ് പങ്കാളിത്തം എന്താ പറയാ, വരുത്തിക്കോട്ടെ. ഇതിനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നീക്കത്തെ വിളിക്കുന്ന പേരാണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ, അല്ലെങ്കിൽ SIR. മലയാളത്തിൽ അതിനെ പ്രത്യേക തീവ്ര പരിഷ്കരണം എന്ന് ചെയ്യുന്നതായിരിക്കും, പറയുന്നതായിരിക്കും. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ. എന്താ മാറാത്തത്? ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ. എങ്കിൽ സാറേ നമുക്ക് ഈ SIR വരുമ്പോൾ മാത്രമാണോ വോട്ടർ പട്ടിക അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുക? അല്ല. ഓക്കെ, SIR വരുമ്പോൾ മാത്രമൊന്നുമല്ല നമുക്ക് വോട്ടർ പട്ടിക അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, ഇത് എല്ലാ വർഷവും ചെയ്യാൻ വേണ്ടി പറ്റും. അതിനാ സാറേ എല്ലാ വർഷവും ചെയ്യേണ്ടത്? ഓക്കെ, ആർക്കെങ്കിലും ഒക്കെ 18 വയസ്സാവില്ലേ? എല്ലാ വർഷവും ഒരുപാട് പേർക്ക് 18 വയസ്സാവില്ലേ? എല്ലാ വർഷവും ഒരുപാട് തട്ടിപ്പോവല്ലോ, മരിച്ചു പോകില്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് എന്താ അവര് വിദേശത്ത് പോയി സെറ്റിൽ ആവില്ലേ? അവർ എവിടത്തെങ്കിലും സിറ്റിസൺഷിപ്പ് നേടിയെടുക്കില്ലേ? ഇതെല്ലാം അവർ ചെയ്യുന്ന കാര്യമാണല്ലോ. ഇപ്പൊ US പോയി അവിടുത്തെ സിറ്റിസൺഷിപ്പ് അവർക്ക് കിട്ടി, അങ്ങനെയെങ്കിൽ അവർ ഇന്ത്യയിലെ സിറ്റിസൺഷിപ്പ് ഒന്ന് മാറണ്ടേ? ഇത് എല്ലാ വർഷവും നടക്കുന്ന കാര്യമല്ലേ? അപ്പൊ എല്ലാ വർഷവും നമുക്ക് എന്ത് ചെയ്യണം, വോട്ടർ പട്ടിക വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ആക്ച്വലി മാറ്റണം. അതിനനുസരിച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രൽ റോളുകൾ, അല്ലെങ്കിൽ വോട്ടർ പട്ടിക അപ്ഡേഷൻ എന്ന് പറയുന്നത്. ഈ അപ്ഡേഷൻ ആണോ പ്രത്യേക തീവ്രപരിഷ്കരണം? അല്ല. ഓക്കെ, SIR എന്ന് പറയുന്നത് വളരെ ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. എല്ലാ വീട്ടിലേക്കും വരും. സാർ എന്റെ വീട്ടിലേക്കും വരുമോ? നിങ്ങളുടെ വീട്ടിലോട്ടും വരും. വന്നതിന് ശേഷം അവിടെ വന്നിട്ട് കറണ്ട് വോട്ടർ പട്ടികയും ഇപ്പോഴത്തെ പുതിയ അവിടെയുള്ള ആളുകളെ തമ്മിൽ യോജിപ്പിച്ച് നോക്കും. എല്ലാവരുടെ പേരും ഉണ്ടോ എന്ന് നോക്കും, എല്ലാവരുടെ ജീവനോടെ ഉണ്ടോ എന്ന് നോക്കും. എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം എല്ലാ വീടും തേടി വേരിഫിക്കേഷൻ ചെയ്ത് വളരെ സമയമെടുത്ത് എന്താ കൃത്യമായി നടത്തേണ്ട ഒരു പരിപാടിയുടെ പേരാണ് SIR എന്ന് പറയുന്നത്. അപ്പൊ ഇയാള് പറഞ്ഞു, ഈ ഇലക്ട്രൽ റോൾ അപ്ഡേറ്റ് അല്ലെങ്കിൽ എന്താ വോട്ടർ പട്ടിക അപ്ഡേറ്റ് എല്ലാ വർഷവും നടക്കും, SIR എല്ലാ വർഷവും നടക്കില്ല, എന്തായിരിക്കും, അത് കുറച്ചുകൂടി ടൈം എടുത്തുള്ള പരിപാടിയാണെന്ന് പറഞ്ഞില്ലേ? അതെ. എങ്കിൽ ഓക്കെ, ആദ്യം നമുക്ക് നോക്കാം ഇലക്ട്രൽ റോൾ എന്താണെന്നുള്ളത് നോക്കാം. ഇലക്ട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയോജക മണ്ഡലം ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് എറണാകുളം നിയോജക മണ്ഡലം എടുക്കാം. ആ എറണാകുളം നിയോജക മണ്ഡലത്തിലുള്ള ആളുകളുടെ എത്ര പേര് യോഗ്യരായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, 18 വയസ്സാവണ്ടേ. ആരെങ്കിലും ജയിലിലാണ്, അവർ വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഇല്ലേ? അപ്പൊ അതെല്ലാം നോക്കിയതിന് ശേഷം യോഗ്യരായവരും രജിസ്റ്റർ ചെയ്തതായിട്ടുള്ള എല്ലാവരുടെ വോട്ടിംഗ് പട്ടികനെ ഇലക്ട്രൽ റോൾ, അല്ലെങ്കിൽ നമ്മളതിനെ നമ്മളൊക്കെ അറിയുന്ന ഭാഷയിൽ വിളിക്കുന്ന പേരാണ് വോട്ടർ ലിസ്റ്റ്, അല്ലെങ്കിൽ ഇലക്ടർ രജിസ്റ്റർ, എങ്ങനെ വേണമെങ്കിൽ വിളിച്ചോ. എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇലക്ട്രൽ റോൾ എന്ന് പറയുന്നത് എന്താ,
തങ്കപ്പനാണെങ്കിൽ വോട്ടർ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നപ്പനാണ്. അപ്പൊ ഇലക്ട്രൽ രജിസ്റ്റർ ആരാ സാറേ? ഇന്ദ്രൻസ് ആണ്. ഇന്ദ്രൻസ് തന്നെ പൊന്നപ്പൻ, ഇന്ദ്രൻസ് തന്നെ തങ്കപ്പൻ. ഓക്കെ, അപ്പൊ ഇലക്ട്രൽ റോൾ തന്നെ വോട്ടർ ലിസ്റ്റ്, വോട്ടർ ലിസ്റ്റിന് എന്ത് ഇലക്ട്രൽ രജിസ്റ്റർ എന്ത് വേണമെങ്കിൽ ആയിരിക്കും. കറക്റ്റ് അല്ലേ? ഓക്കെ, എങ്കിൽ വോട്ടർമാരുടെ ഐഡന്റിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരിശോധിക്കാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു തെരഞ്ഞെടുപ്പ് രേഖ ഉണ്ടാവും. നിങ്ങൾ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ കുറെ പേര് ഇരിക്കുന്നുണ്ടാവും, ഓഫീസേഴ്സ് ഒക്കെ ഇരിക്കുന്നുണ്ടാവും. ആ ഓഫീസേഴ്സിന്റെ കയ്യിൽ എന്തുണ്ടാവും? ആക്ച്വലി ഒരു തെരഞ്ഞെടുപ്പ് കാര്യം ഉണ്ടാവും, ഇല്ലേ? ഓക്കെ, അതിൽ നമ്മുടെ ഫോട്ടോ ഉണ്ടാകും, ഡീറ്റെയിൽ ഉണ്ടാവും. ഇത് രണ്ടും കൂടി ഒത്തു നോക്കിയിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമല്ല വോട്ടിംഗ് ചെയ്യാൻ വേണ്ടി പറയുള്ളൂ. അതെ, ഓക്കെ. അപ്പോ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്ത് ഇത് പ്രകാരം അധികാരമുള്ളത്? എന്തെങ്കിലും അധികാരം വേണമല്ലോ. ഓക്കെ, ചുമ്മാ എടുത്ത് ചെയ്യാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും ഒരു ആക്ട് വേണ്ടേ? ആ ആക്ട് ആണ് 1950 ജനപ്രാതിനിധ്യ നിയമം. അതിനെ വിളിക്കുന്നവരാണ് RP ആക്ട്, അല്ലെങ്കിൽ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് എന്ന് പറയുന്നത്. ഈ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എല്ലാ വർഷവും വോട്ടർ പട്ടിക പുതുക്കേണ്ടതാണ്. ഓക്കെ, എന്നിട്ട് പൗരന്മാരല്ലാത്തവർ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അത് എവിടെ പറഞ്ഞിട്ടുണ്ട്? വകുപ്പ് 16 പറഞ്ഞിട്ടുണ്ട്. സാർ, ഈ പൗരന്മാരല്ലാത്തവർക്കുള്ള ഒരു എക്സാമ്പിൾ അതല്ല ഞാൻ നേരത്തെ പറഞ്ഞേ. ഓക്കെ, ആരെങ്കിലും US പോയി, അവർ അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുത്തു. ഓക്കെ, അല്ലെങ്കിൽ അവർ ജർമ്മനിയിലാണ്, അവർ അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുത്തു. അപ്പൊ ഇന്ത്യൻ പൗരത്വം അവർ നഷ്ടപ്പെട്ടില്ലേ? ഇത് എല്ലാ വർഷവും നടക്കുന്ന കാര്യമല്ലേ? എങ്കിൽ വകുപ്പ് 16 പ്രകാരം ആ പൗരന്മാരെ തന്നെ എന്താ പറയണം? ഒഴിവാക്കണം. ഓക്കെ, എന്നിട്ട് ആർക്കൊക്കെ 18 വയസ്സായിട്ടുണ്ടോ ഒരു നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ ഈ വർഷം ആർക്കൊക്കെ 18 വയസ്സായിട്ടുണ്ടോ അവരെ എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തണം. വകുപ്പ് 19. ഓക്കെ, അപ്പൊ എന്തൊക്കെ വകുപ്പ് നിങ്ങൾ പഠിച്ചത്? 2 വകുപ്പ്. വകുപ്പ് നമ്പർ 1 1950 ജനപ്രാതിനിധ്യ നിയമപ്രകാരം 2 വകുപ്പുണ്ട്. വകുപ്പ് 16. വകുപ്പ് 16 എന്താ പറയുന്നത്? ആക്ച്വലി പൗരന്മാരല്ലാത്തവരെ എല്ലാ വർഷവും എന്ത് ചെയ്യണം? ഒഴിവാക്കണം. വകുപ്പ് 19 ആർക്കൊക്കെയാണോ 18 വയസ്സായത് അവരെ നമ്മൾ എന്ത് ചെയ്യണം? വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണം. ഇത് എല്ലാ വർഷവും നടക്കുന്ന പരിപാടിയാണോ? അതെ. ഇത് നടക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഏത് നിയമമാണ് അധികാരം നൽകുന്നത്? 1950 ജനപ്രാതിനിധ്യ നിയമമാണ് അധികാരം നൽകുന്നത്. ശരി, ഓക്കെ. എങ്കിൽ ഇതാണോ സാർ SIR? അല്ല. ഓക്കെ, അപ്പൊ എന്താ SIR എന്ന് പറയുന്നത്? BLO, ബൂത്ത് ലെവൽ ഓഫീസർ എന്ന് പറഞ്ഞിട്ട് വ്യക്തികളുണ്ട്. ഓക്കെ, അവര് എല്ലാ വീട്ടിലും വന്നതിന് ശേഷം വോട്ടർ പരിശോധന കൃത്യമായി നടത്തിയിട്ട് എല്ലാ പ്രധാന തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പും വോട്ടർ പട്ടികയെ പുതുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? SIR. ഓക്കെ, നടത്താൻ പോകുന്ന ആളുടെ പേര് BLO. BLO എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ്. ഇവരാണ് നടത്താൻ വേണ്ടി പോകുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? എങ്കിലും ഇത് എല്ലായ്പ്പോഴും നടക്കാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്ര SIR കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് SIR നടന്നിരിക്കുന്നത് 2004 കാലഘട്ടത്തിലാണ്. ഇത് കാണുന്ന നിങ്ങൾ എല്ലാവരും മാക്സിമം പേരും ജെൻസി ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഈ കാണുന്ന ആളുകൾ ചിലപ്പോൾ ജനിച്ചിട്ടേ ഉണ്ടാവില്ല എന്ത് ഈ സമയത്ത് SLR നടക്കുന്ന സമയത്ത്. ഓക്കെ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് SLR നടന്ന കാര്യം ഓർമ്മയെ ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തില് ഓക്കെ വളരെ അപൂർവമായി നടക്കുന്ന ഒരു പരിപാടിയാണ് ഈ SIR എന്ന് പറയുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, എന്നിട്ട് ഇവർ എന്തൊക്കെ ചെയ്യും? പുതിയ രജിസ്ട്രേഷൻ നടക്കും. സാർ, അത് എല്ലാ വർഷവും നടക്കില്ലേ? ഇതിലും നടക്കും. നീക്കം ചെയ്യും. ഇത് എല്ലാ വർഷവും നടക്കില്ലേ? നടക്കും. ഓക്കെ അല്ലേ? പരിഷ്കാരങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്ന് എന്ത് ചെയ്യും? കൊണ്ടുവരും. എന്നിട്ട് ഈ പട്ടിക കൃത്യമാണോ, എല്ലാവരെയും ഉൾക്കൊള്ളുന്നുണ്ടോ, ആരെങ്കിലും പുറത്തുണ്ടോ, പൊരുത്തക്കേടുണ്ടോ എന്നെല്ലാം എന്ത് ചെയ്യുന്നതായിരിക്കും? നോക്കുന്നതായിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് SIR. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ. അതേ 1950 റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട്, RP എന്ന് വെച്ച് കഴിഞ്ഞാൽ റെപ്രസെന്റ് ഓഫ് പീപ്പിൾ ആക്ടിലെ സെക്ഷൻ 21 പ്രകാരം ഓക്കെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം? വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും അതിനെ പരിഷ്കരിക്കുന്നതിനും ആർക്ക് അധികാരമുണ്ട്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് അധികാരമുണ്ട്. എങ്കിൽ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ SIR ചെയ്യാൻ പറ്റില്ല, ഇലക്ഷൻ കമ്മീഷന് അധികാരമില്ല, ഞങ്ങളതൊന്നും മാറി നിൽക്കും എന്നൊന്നും പറയാൻ സാധാരണഗതിയിൽ പറ്റില്ല. ഓക്കെ, ഇനി സുപ്രീം കോടതി എന്താണ് പറയാൻ നമുക്ക് നോക്കട്ടെ. ഇനി സുപ്രീം കോടതിയിൽ കേസൊക്കെ പോയിട്ടുണ്ട്, അതെന്താ പറയാൻ നോക്കട്ടെ. എന്നിട്ട് വിധിന്യായം വരട്ടെ. വിധിന്യായം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് അപ്ഡേറ്റ് ചെയ്യാം, കാര്യങ്ങൾ നോക്കാം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഈ കാര്യങ്ങൾ നോക്കുന്നില്ല. ഓക്കെ, എപ്പോ വിധി വരട്ടെ.
ചിലപ്പോൾ വിധി വരാൻ കുറെ സമയം എടുക്കും. ഓക്കെ അല്ലേ? ഇനി വിധി വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പുതിയ വീഡിയോ ചെയ്യാം, അത്രയല്ലേ വേണ്ടു. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, 1950 റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിലെ സെക്ഷൻ 21 പ്രകാരം ഓക്കെ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഉണ്ടെങ്കിൽ സുതാര്യമായിട്ടുള്ള ഇലക്ഷൻ നടത്തണമെങ്കിൽ ഓക്കെ അവർക്ക് തോന്നുകയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വോട്ടർ പട്ടിക പുതുക്കാം. അതിനി വർഷം വർഷം വേണമെങ്കിൽ പുതുക്കാം, ഇടയ്ക്ക് വേണമെങ്കിൽ പുതുക്കാം. ഈ ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഭരണഘടന തന്നെ ഇലക്ഷൻ കമ്മീഷൻ എന്ത് കൊടുക്കുന്നുണ്ട്, അധികാരം കൊടുക്കുന്നുണ്ട്. ആ അധികാരമുള്ള ആർട്ടിക്കിളിന്റെ പേരാണ് ആർട്ടിക്കിൾ 324. ഈ 324 പ്രകാരം വോട്ടർ പട്ടിക തയ്യാറാക്കാനും തെരഞ്ഞെടുപ്പ് നടത്താനും അതിന് മേൽനോട്ടം വഹിക്കാനും അതിനെ നിയന്ത്രിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം ആർക്കാണ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കാണ്. എങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് തോന്നുകയാണ് എന്തെങ്കിലും വിഷയമുണ്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നതായിരിക്കും, അതിനെതിരെ പ്രവർത്തിക്കുന്നതായിരിക്കും, അതിനെതിരെ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഇലക്ഷൻ സുതാര്യമായി നടത്തുക, വിശ്വസനീയമായി നടത്തുക, ആളുകൾ ചോദ്യം ചെയ്യുന്നതിന് എന്ത് ചെയ്യുക, ഓക്കെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ കൃത്യമായ മറുപടി കൊടുക്കുക, എന്നിട്ട് ജനങ്ങളുടെ പുറത്ത് ഒരു ബോധ്യം ഉണ്ടാക്കുക, ഇന്ത്യയിലെ ഇലക്ഷൻ എന്താണ്, സുതാര്യമാണ് എന്ന് പറഞ്ഞ് ബോധ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അധികാരം ആരുടെ കയ്യിലുള്ളത്, ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിലാണുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ എന്താ, ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഏത് ആർട്ടിക്കിൾ ഉണ്ട്, ആർട്ടിക്കിൾ 324 ഉണ്ട്. ഈ ആർട്ടിക്കിൾ 324 സർ വോട്ടർ പട്ടിക എങ്ങനെ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടോ, ഇല്ല. തെരഞ്ഞെടുപ്പ് നടത്തണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിനു വേണ്ടി ഒരു നിയമമുണ്ട്, നിയമത്തിന്റെ പേരാണ് 1950 റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട്, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ജനപ്രാതിനിധ്യ നിയമം. അതിലെ സെക്ഷൻ 21 പ്രകാരം ഏത് സമയത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, വോട്ടർ പട്ടിക പുതുക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം, ചോദിക്കണം, ഡയറക്റ്റ് ആയിട്ട് ഗ്രൂപ്പിൽ വന്നിട്ട് എന്ത് ചെയ്യണം, ചോദിക്കണം. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അങ്ങനെ ആർട്ടിക്കിൾ 326 പ്രകാരം നമ്മൾ എല്ലാവർക്കും പ്രായപൂർത്തി വോട്ടവകാശം കൊടുക്കുന്നുണ്ട്. ഓക്കെ, പ്രായപൂർത്തി വോട്ടവകാശം എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 വയസ്സും അതിൽ കൂടുതലുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, വോട്ട് ചെയ്യാൻ പറ്റും. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ അതിൽ ചില ട്വിസ്റ്റ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുണ്ട്, ജയിലിലാണ്, നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, വോട്ട് കിട്ടില്ല കേട്ടാ. ഓക്കെ, ബുദ്ധിശൂന്യതയുള്ള ആളാണ്, അതായത് നമ്മൾ പറയും മന്ദബുദ്ധി എന്ന് പറയും, അങ്ങനെ പറയാൻ പറ്റില്ല, സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള വ്യക്തിയാണ്, അയാൾക്ക് വോട്ട് കിട്ടില്ല. നിങ്ങൾ അഴിമതി എന്തെങ്കിലും ചെയ്തിട്ടുള്ള രാഷ്ട്രീയക്കാരനോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനോ എന്തെങ്കിലും ഒക്കെ ആണ്, ഓക്കെ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, ശിക്ഷിക്കപ്പെട്ട ആളാണ്, നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, വോട്ട് കിട്ടില്ല. അവരെയൊക്കെ ഒഴിവാക്കിയതിനു ശേഷം 18 വയസ്സും അതിൽ കൂടുതലുള്ള പൗരന്മാർക്ക് സെക്ഷൻ ആർട്ടിക്കിൾ 326 പ്രകാരം സാർവത്രികമായ പ്രായപൂർത്തി വോട്ടവകാശം നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, കൊടുക്കുന്നതായിരിക്കും. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. സാർ ഇതിനു മുമ്പ് ആരെങ്കിലും ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഈ ഒരു SIR ചെയ്യുന്നതിനെ കുറിച്ചും വോട്ടർ പട്ടിക പുതുക്കുന്നതിനെ കുറിച്ചും അതിന്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുന്നതിന് വേണ്ടിയിട്ടും സുപ്രീം കോടതി പോയിട്ടുണ്ടോ? സാർ ഉണ്ട്. പോയത് 1977 കേസിന്റെ പേരാണ് മൊഹീന്ദർ സിംഗ് ഗിൽ വേഴ്സസ് ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഈ കേസ് കണ്ടപ്പോ സുപ്രീം കോടതി പറഞ്ഞു, ഓക്കെ അല്ലെ, ആർട്ടിക്കിൾ 324 പ്രകാരം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് വിശാലമായിട്ടുള്ള അധികാരമുണ്ട്. റീപോളിംഗ് വേണമെങ്കിൽ റീപോളിംഗ് നടത്തിക്കോ. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട് എന്താ, എന്ത് പരിപാടി വേണമെങ്കിലും ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. കാരണം ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ അടിസ്ഥാനമാണ് സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ്. ഇത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ വരുന്നതാണ്. അതുകൊണ്ട് 329B പ്രകാരം ഒക്കെ തെരഞ്ഞെടുപ്പുകളിൽ ജുഡീഷ്യൽ അവലോകനം നടത്താനുള്ള പരിധി എന്താണ്, കുറവാണ് എന്നെന്തോ ആര് പറഞ്ഞു, സുപ്രീം കോടതി പറഞ്ഞു. അതായത് ഒരു ഇലക്ഷൻ കമ്മീഷന്റെ അധികാരത്തിന് മേൽ ജുഡീഷ്യറി എക്സ്ട്രാ ആയിട്ട് അധികാരം എടുക്കുന്നത് കുറവായിരിക്കണം എന്നെന്ത് ചെയ്തിട്ടുണ്ട്, ജുഡീഷ്യറി തന്നെ പറഞ്ഞിട്ടുണ്ട്, സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ ഈ കേസിന്റെ പുറത്ത് സുപ്രീം കോടതി എന്ത് ചെയ്യണം, മാറ്റി പറയണം. മാറ്റി പറയാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് എന്റെ അനുമാനം. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് സുതാര്യമായി നടക്കേണ്ടത് എന്താ, ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ്, അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ്. അതിനെ വീണ്ടും ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതി SIR നടത്തണ്ട എന്ന് പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല. സാർക്ക് തോന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സുപ്രീം കോടതി പറയുന്നതായിരിക്കും, പറഞ്ഞോട്ടെ. ഓക്കെ, 95% എഴുതി വെച്ചോളൂ. സുപ്രീം കോടതി ഇപ്പൊ അതിന്റെ പുറത്ത് ഒന്നും പറയാൻ പോകുന്നില്ല. അതിനുശേഷം എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ തെറ്റെന്ത് ചെയ്യുമോ ശരിയാക്കാൻ വേണ്ടി പറയും. അത് മാത്രമേ പറയാനുള്ള സാധ്യത. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. എങ്കില് 329B ഓക്കെ, 324 ഇതെല്ലാം എന്താണ്, നമ്മുടെ
ഇലക്ഷൻ കമ്മീഷനുള്ള പ്രത്യേക അധികാരങ്ങളിൽ പെടുന്നതാണ്. അപ്പൊ കേസ് ഏതായിരുന്നു? 1977 മൊഹീന്ദർ സിംഗ് ഗിൽസ് വേഴ്സസ് ദ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞ കേസാണ് ഉണ്ടായിരുന്നത്. ഇതാണ് ലാസ്റ്റ് കേസ്. അതിനുശേഷം ഇപ്പൊ 2025 കേസ് പോയിരിക്കുന്നത്. പോട്ടെ, ഓക്കെ സാർ. അപ്പോ SIR എപ്പോഴൊക്കെ നടത്തിയിരിക്കുന്നത്? ഒന്നാമത്തെ SIR 1952-56 കാലഘട്ടങ്ങളിൽ, പിന്നെ 57, പിന്നെ 61, 65, 66, 83, 84, 87, 89, 92, 93, 95, 2002, 2003, 2004. ലാസ്റ്റ് SIR 2002, 2003, 2004 കാലഘട്ടത്തിലാണ് നടന്നിരിക്കുന്നത്. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ലാസ്റ്റ് SIR നടന്നതിന്റെ ഓർമ്മ പോലും നിങ്ങൾക്കാർക്കും, ഒരുപക്ഷെ PSC പഠിക്കുന്ന ഒരുവിധപ്പെട്ട സ്റ്റുഡൻസിന് ആർക്കും ഒന്നും ഉണ്ടാവില്ല, ഓർമ്മയുണ്ടാവില്ല. ലാസ്റ്റ് ഇത്രയും കാലമായില്ലേ, 25 വർഷം, ഒരു 20 വർഷം മുമ്പാണ്, ഓക്കെ അല്ലേ? അത്രയും കാലമായില്ലേ, അത് ഓർമ്മ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അതുകൊണ്ടാണ് ഈ പരിപാടി ഇത്രയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ബീഹാറിലാണ് ഇപ്പൊ SIR സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ബീഹാറിൽ SIR നടത്തിയത് 2003-ലാണ്. ഓക്കെ, എങ്കില് എന്തുകൊണ്ടാണ് നമ്മൾ ഈ വോട്ടർ പട്ടിക ഇത്രയും തീവ്രമായ പരിഷ്കരണം നടത്തേണ്ട ആവശ്യം എന്താ? ഒന്ന്, പിശകുകൾ ഉണ്ടാവും. തെറ്റ് ചെയ്യാത്തായിട്ട് ആരുമില്ല ഗോപു എന്നാണല്ലോ പഴഞ്ചൊല്ലുള്ളത്. പക്ഷെ ചെയ്ത തെറ്റുകൾ എന്ത് ചെയ്യണം? മാറ്റണ്ടേ? അപ്പൊ പിശകുകളില്ലാത്തതും പുതുക്കിയതുമായ വോട്ടർ പട്ടിക വേണ്ടേ? എന്നാലേ ഇലക്ഷൻ അടിപൊളിയാവുള്ളൂ. അതെ. കുടിയേറ്റക്കാർ ആരെങ്കിലും പുറമേ നിന്ന് ഒരു മണ്ഡലത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ടെങ്കിലോ, ഓക്കെ, അവരിവിടെ 1 വർഷം, 1.5 വർഷം, അല്ലെങ്കിൽ ഇവിടുത്തെ സിറ്റിസൺ ആയിട്ടുണ്ടെങ്കിലോ അവരെ ചേർക്കണ്ടേ? മാറി താമസിക്കുന്നവർ ഒരു മണ്ഡലത്തിൽ നിന്ന് വേറെ മണ്ഡലത്തിലേക്ക് മാറി താമസിച്ചൂടെ? പ്രധാനമായിട്ട് കല്യാണം കഴിഞ്ഞു പോകുന്ന സ്ത്രീകൾ അവരൊരു മണ്ഡലത്തിൽ നിന്ന് വേറെ മണ്ഡലത്തിലേക്ക് പോകില്ലേ? പിന്നെ ജോലിക്ക് വേണ്ടിയിട്ട് വേറെ സ്ഥലത്ത് പോകുന്നവര് ചിലപ്പോ എന്ത് ചെയ്തു, വിദേശം ഇവിടെ നിന്ന് ഇനി എനിക്ക് ഇന്ത്യയെ വേണ്ട, ഞാൻ എന്താ എനിക്ക് US മതി എന്ന് പറഞ്ഞു പോകുന്നവര്, ഓക്കെ അല്ലെ? അപ്പൊ ഇവരെയൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടും ഇവരുടെ പേരും ഫോട്ടോയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ആ അതേ ഫോട്ടോ തന്നെ ആയിരിക്കും ഉണ്ടാവുക, 10 വർഷം കഴിഞ്ഞാലും അതേ സ്ഥലത്ത് ഉണ്ടാവുക, കറക്റ്റ് അല്ലേ? എന്നിട്ട് ആ ഫോട്ടോയും കാണിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ ഇഷ്യൂ അല്ലേ? അപ്പൊ തെരഞ്ഞെടുപ്പിന് പുറത്ത് ചോദ്യം വരില്ലേ? അങ്ങനെ വരാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാവരും എന്ത് ചോദിക്കും? ഇങ്ങനെയൊക്കെ ചെയ്യാവോ, ഇത് ശരിയല്ലേ എന്ന് ചോദിക്കില്ലേ? ഓക്കെ. അപ്പൊ SIR എന്ത് ചെയ്യണം? അത് ക്ലിയർ ആക്കും. അങ്ങനെ വോട്ടർ പട്ടികകള് പുതുക്കിയ നിയോജക മണ്ഡല അതിർത്തി, ഈ നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. അപ്പൊ അതിൽ കുറച്ചാൾ അങ്ങോട്ട് പോകും, കുറച്ചാൾ ഇങ്ങോട്ട് പോകും, ആകെ കൺഫ്യൂഷൻ ആയിരിക്കും. കൺഫ്യൂഷൻ. ആ കൺഫ്യൂഷൻ തീർക്കണ്ടേ? അതെ, ഓക്കെ. എങ്കിൽ ഒരു വ്യക്തി ഒരു വോട്ട്, ഒരു വ്യക്തിക്ക് 2 വോട്ട് ഇല്ലല്ലോ, ഇല്ല. അങ്ങനെ ഒരു വ്യക്തിക്ക് 1 വോട്ട് വേണമെങ്കിൽ മരിച്ച വോട്ടർമാരെ മാറ്റണ്ടേ? അതെ. ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരെ മാറ്റണ്ടേ? എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് വരിക? നിങ്ങള് ഇവിടെ നിന്ന്, ഓക്കെ, ഫോർ എക്സാമ്പിൾ പാലക്കാട് നിന്ന് തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലേക്ക് മാറി താമസിച്ചു. നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഓക്കെ അല്ലേ? പക്ഷെ നിങ്ങൾ ഇവിടെ നിന്ന് വെട്ടാൻ ചിലർ വിട്ടു, ഉദ്യോഗസ്ഥരുടെ പശവ് കൊണ്ട്. അവിടെ എന്ത് ചെയ്തു? ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെയുണ്ട്, നിങ്ങൾ അവിടെയുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്തല്ലേ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ? അതെ, ഓക്കെ. പക്ഷെ നിങ്ങളൊരു പിഴവ് വന്ന 2 സ്ഥലത്ത് വോട്ട് ചെയ്യാൻ പറഞ്ഞ പ്രശ്നമല്ലേ? അതെ. എങ്കിൽ ജനാധിപത്യ സംവിധാനത്തുള്ള പൊതുജന വിശ്വാസം നിലനിർത്തണ്ടേ? നിലനിർത്തണം. മരിച്ചവരെ മാറ്റണ്ടേ? മാറ്റണം. ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരെ മാറ്റണ്ടേ? മാറ്റണം. ഇതെല്ലാം ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട തത്വം എന്താ? ഒരു വ്യക്തി ഒരു വോട്ട്. ഒരു വ്യക്തിക്ക് 1 വോട്ടല്ലേ ഉണ്ടാവാൻ പറ്റുള്ളൂ, അല്ലാതെ 2 വോട്ടൊന്നും ഉണ്ടാവാൻ പറ്റില്ലല്ലോ. അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയുടെ പേരാണ് എന്ത്? SIR, തീവ്ര പരിഷ്കരണം. ഇത്രയൊക്കെ അല്ലേ? വോട്ടർ പങ്കാളിത്തം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റും. കൃത്യമായ ആളുകളുണ്ട്, ഇവരാണ് വോട്ടർമാർ എന്ന് അറിയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവരെ പോയി കാണാം, പാർട്ടികളിൽ സംസാരിക്കാം, ഇലക്ഷൻ കമ്മീഷന്റെ ആളുകൾക്ക് സംസാരിക്കാം, BLOമാർക്ക് സംസാരിക്കാം. എന്നിട്ട് അവരെന്ത് ചെയ്യാം? വോട്ടിംഗിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ വോട്ടിംഗ് പേഴ്സണെ എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാൻ വേണ്ടി പറ്റും. അതുകൂടാതെ സാങ്കേതികം, ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. സാർ എന്താ ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എത്ര പേര് പൈറേറ്റർ ആയിട്ട് സിനിമ കാണുന്ന എനിക്ക് അറിയില്ല. ഇപ്പൊ ഈ എന്താ പറയാ, എന്താ ടോറന്റ് ഉണ്ടായിരുന്നു പണ്ട്. പിന്നെ ഇപ്പോ തമിഴ് റോക്കേഴ്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞ നെറ്റ് സൈറ്റുകൾ കാണാറില്ലേ? ഓക്കെ. അതിൽ റിലീസ് ചെയ്യുന്ന സിനിമ അതേപോലെ എന്ത് ചെയ്യും? തിയേറ്റർ കോപ്പിയിൽ മൊബൈൽ നെറ്റ് സാധനങ്ങളൊക്കെ വെക്കുന്നത് കാണാറില്ലേ? ആ സൈറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് ഡിലീറ്റ് ആയി പോകുന്നുണ്ട്. ഓക്കെ. നമ്മുടെ ഗവൺമെന്റ് അത് എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വീണ്ടും വരും, വീണ്ടും വരും. നിങ്ങൾ തന്നെ പറ, എത്ര സിനിമയെ കോപ്പി ചെയ്ത് വെക്കുക? ഓക്കെ. അതെല്ലാം ഡിലീറ്റ് ആയെങ്കിൽ, അവര് ആ സൈറ്റ് മാത്രമേ വെക്കുന്നുള്ളൂ. അവർ കോപ്പി ചെയ്ത് മുഴുവൻ അവർ ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറഞ്ഞ സംഭവത്തിലാണ് വെക്കുക. സാർ എന്താ ഈ ടെക്നോളജി വെച്ച് കഴിഞ്ഞാൽ? വളരെ സിമ്പിൾ ആണ്.
നിങ്ങളൊരു ബാങ്കിൽ ഒരു ലോക്കറിൽ സാധനം വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കൂ. ഓക്കെ, ആ ബാങ്കിന്റെ പുറത്തുള്ള പണവും കാര്യങ്ങളെല്ലാം പോയി കഴിഞ്ഞാലും ബാങ്കിന്റെ പേര് പോയി കഴിഞ്ഞാലും ആ ലോക്കർ അവിടെ തന്നെ ഉണ്ടാവില്ലേ? ആ ലോക്കറിൽ നിങ്ങളുടെ സാധനം അവിടെ ഉണ്ടാവില്ലേ? അതാണ് ബ്ലോക്ക് ചെയിൻ. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങളുടെ പുറമേ നിന്നുള്ള ഡാറ്റയൊക്കെ പോയി, പക്ഷെ നിങ്ങളുടെ ഡാറ്റ എന്താ പറയാ സെക്കൻഡറി ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. എങ്കിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലാണ് നമ്മുടെ ജനങ്ങളുടെ എല്ലാ ഡാറ്റയും ഉള്ളതെന്ന് വിചാരിക്കുക. 140 കോടി ജനങ്ങളില്ലേ, അവരുടെ നിന്ന് ആരൊക്കെയാണ് വോട്ടേഴ്സ് കൃത്യമായിട്ട് അറിയണ്ടേ? ആ ഡാറ്റ എവിടെയും മാറിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ? അതിനു വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. ശരി, മുഖം തിരിച്ചറിയൽ, ആധാർ കാർഡിലെ ഫോട്ടോയും നമ്മുടെ സ്വന്തം ഫോട്ടോയും കണ്ടു കഴിഞ്ഞാൽ പെറ്റ അമ്മ കൂടി തിരിച്ചറിയില്ല എന്നാണ് നമ്മൾ കളിയാക്കുക. ഓക്കെ അല്ലെ? അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് പുതിയ നല്ല രീതിയിലുള്ള ഫോട്ടോ ഐഡന്റി കാർഡ് സിസ്റ്റംസ് കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നുണ്ട്. ബയോമെട്രിക് സ്കാനിങ്, ഒരു ആധാർ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ബയോമെട്രിക് യൂസ് ചെയ്യണ്ടേ? അതായത് കൈവിരൽ, കണ്ണ്, ഒക്കെ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യണ്ടേ? അതെ, ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ഈ സെച്ച് ബാർ, ഈ സെക് ബി എച്ച് ആർ എന്ന് വെച്ചാൽ ബീഹാർ, ഓക്കെ, ഇ എന്ന് വെച്ചാൽ ഇലക്ട്രോണിക്, SCCBHR, SCCBHR എന്ന് പറയുന്ന ആപ്പിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തി തുടങ്ങിയിട്ടുണ്ട്. അത് തുടങ്ങിയത് എവിടെയാണ്? ബീഹാറിലാണ്. ഓക്കെ, ബീഹാറിലാണ് ആദ്യമായിട്ട് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ഫേസ് ഐഡന്റിഫിക്കേഷൻ, മുഖം തിരിച്ചറിയൽ, ബയോമെട്രിക് സ്കാനിങ്, വോട്ടർ ID പരിശോധന എന്നിവ മൊബൈൽ വോട്ടിങ്ങിലൂടെ ചെയ്തതിനു ശേഷം ഈ SCCBHR ആപ്പ് വഴി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യുന്ന ആക്ച്വലി വോട്ട് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ സംസ്ഥാനമായിട്ട് ആര് മാറി? ബീഹാർ മാറി. ഇത്രയും കാര്യം ഒക്കെയാണോ? അതെ. എങ്കിൽ ബീഹാറിലാണോ SIR ആദ്യമായി സ്റ്റാർട്ട് ചെയ്തത്? അതെ. 2025 ജൂലൈ 1 SIRന് വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ECI വിജ്ഞാപനം ചെയ്തു. 2025 ഒക്ടോബർ 1 18 വയസ്സ് തികയുന്ന എല്ലാ പൗരന്മാരും എന്ത് ചെയ്യും? ഉൾപ്പെടുത്തുന്നതായിരിക്കും. ജൂലൈയില് വിജ്ഞാപനം നടത്തിയിട്ടുണ്ട്. കട്ട് ഓഫ് ഡേറ്റ്, അതായത് 18 വയസ്സ് തികയുന്നവർ എല്ലാ മാസവും ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ ലാസ്റ്റ് മാസം എപ്പോഴായിരിക്കണം? 2025 ഒക്ടോബർ 1. ഒക്ടോബർ 1 നിങ്ങൾ 18 വയസ്സോ അതിൽ കൂടുതലോ ആണോ എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ബീഹാറിലെ SIR നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തും. ഓക്കെ, 8 കോടിയിൽ വരുന്ന വോട്ടർമാർ എന്ത് ചെയ്തു? ഈ എണ്ണലിന് വേണ്ടി വിധേയാക്കിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് 4 ലക്ഷം വളണ്ടിയേഴ്സിനെയും BLO എന്ത് ചെയ്തിട്ടുണ്ട്? വെച്ചിട്ടുണ്ട്. ഒരു ഒമ്പം പരിപാടിയാണ്. ഓക്കെ അല്ലെ? 2003 ജനുവരിക്ക് ശേഷം, എന്താ 2003 പ്രത്യേകത? 2002, 2004 കാലഘട്ടങ്ങളാണ് എന്ത് നടക്കുന്നത്? ലാസ്റ്റ് SIR നടക്കുന്നത്. ബീഹാറിൽ ലാസ്റ്റ് SIR നടക്കുന്നത് 2003 അതിനുശേഷം ഓക്കെ, ആരൊക്കെ വോട്ടർമാരുണ്ടോ അവരുടെ മാതാപിതാക്കളുടെ വിവരം, ജനനത്തീയതി, അവരുടെ പേര്, ഇതൊക്കെ എന്ത് ചെയ്യണം? കുറെ കൂടി സ്ട്രിക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. മുൻ പതിപ്പുകളെ അപേക്ഷിച്ച് എന്താണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പരിഷ്കരണമാണ് ബീഹാറിലെ SIR നടന്നിരിക്കുന്നത്. അതിനുശേഷം 12 സംസ്ഥാനങ്ങളിലും കേന്ദ്ര പ്രദേശങ്ങളിലും എന്ത് ചെയ്യും? SIR 2.0 ആരംഭിക്കും. അപ്പൊ SIR സ്റ്റാർട്ട് ചെയ്തത് എവിടെയാ? ബീഹാറിലാണ്. വിജ്ഞാപനം വന്ന എപ്പോഴാ? 2025 ജൂലൈ 1 ഓക്കെ, 18 വയസ്സ് തികയുന്നവരുടെ അവസാന ദിവസം എപ്പോഴാ? 2025 ഒക്ടോബർ 1. ഇത്രയും കാര്യം ഒക്കെ അല്ലേ? എങ്കിൽ ഇനി 51 കോടി വോട്ടർമാർ എന്ത് ചെയ്യും? തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കും. എപ്പോ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും? 2025 നവംബർ 4. പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഏതാ? ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, ലക്ഷദ്വീപ്. ഓക്കെ, ഏതൊക്കെയാണ്? ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് എന്നിവരൊക്കെ എന്ത് വരുന്നതായിരിക്കും? SIRൽ വരുന്നതായിരിക്കും. സാർ, അപ്പൊ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തിലും എത്തിയിട്ടില്ല? ഇല്ല. ആദ്യം ബീഹാർ, പിന്നെ 12 സംസ്ഥാനവും കേന്ദ്രഭരണ പ്രദേശവും. കേന്ദ്രഭരണ പ്രദേശത്തിൽ ഏതൊക്കെയാ ഉള്ളത്? ആൻഡമാൻ നിക്കോബാർ ദ്വീപും ലക്ഷദ്വീപും. ഇത്രയും കാര്യം ഒക്കെ അല്ലേ? എങ്കിൽ 2006 ജനുവരി 31 തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? മഹാരാഷ്ട്രയെ ഈ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കി. പക്ഷെ കേരളം എന്തിട്ടുണ്ട്? ഈ പരിപാടിയിൽ വന്നിട്ടുണ്ട്. കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2025 നവംബർ 4 മുതൽ എന്ത് ചെയ്യും? നടക്കേണ്ടതാണ്. ഓക്കെ, എങ്കില് എന്താണ് ഈ പ്രക്രിയയിൽ ചെയ്യാൻ വേണ്ടി പോണത്? നമുക്ക് നോക്കാം. ഓക്കെ അല്ലെ? SIR എന്ന് പറയുന്നത് പാൻ ഇന്ത്യ പ്രവർത്തനമാണ്. ഒരുപാട് സ്ഥലം നടക്കുന്നുണ്ട്. ഓക്കെ, ഇത് എണ്ണുമ്പോ ഇപ്പൊ വീട്ടിലേക്ക് BLO വന്നു കേട്ടാ. ഓക്കെ, എന്നിട്ട് നിങ്ങളെ പേര് എണ്ണലൊക്കെ നടത്തി. അപ്പൊ നിങ്ങൾ രേഖ സമർപ്പിക്കാൻ നിർബന്ധമൊന്നുമില്ല. ഓക്കെ, 2002, 2004 മുതലുള്ള
മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ എന്താ ബന്ധുക്കളുടെയോ ഒക്കെ വിവരം ചേർക്കുന്നതിന് പുതിയ എൻറോൾമെന്റ് ഫോംസ് നിങ്ങളുടെ കയ്യിൽ കിട്ടും. പുതിയ എൻറോൾമെന്റ് ഫോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഇല്ലാത്തവരുണ്ടെങ്കിലോ ഒക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻറോൾമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ശരി, ഓക്കെ. അപ്പൊ പുതിയ ആളുകൾ എന്ത് ചെയ്യാം, എൻറോൾ ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ. എന്നിട്ട് ഇനി ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പ്രശ്നം വന്നു, വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരില്ല, ഓക്കെ, വോട്ടർ പട്ടിക വന്നു, പുതിയ വോട്ടർ പട്ടിക വന്നപ്പോ എന്റെ പേര് കാണാനില്ല, എങ്കിൽ ഞാൻ എന്റെ ഡാറ്റ എല്ലാം കൊണ്ട് എന്ത് ചെയ്യണം, നമുക്ക് പോകണം. എന്റെ ജനന സർട്ടിഫിക്കറ്റ്, എന്റെ പാസ്പോർട്ട് കോപ്പി, എന്റെ ID കാർഡ്, ഇതെല്ലാം കൊണ്ടുപോകണം. ആ സമയത്ത് ഞാൻ ആധാർ കാർഡ് കൊണ്ടുപോയിട്ട് എന്താ, ഇതാണ് എന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു തിരിച്ചറിയൽ രേഖയായിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എടുക്കുള്ളൂ. അപ്പൊ എന്റെ ആധാർ കാർഡും കൊണ്ടുപോയിട്ട് എന്നെ വോട്ടർ പട്ടിക ചേർന്ന് നടക്കില്ല. ആധാർ കാർഡ് കൊണ്ടുപോയിട്ട് വോട്ട് ചെയ്യാം, അതിൽ കുഴപ്പമില്ല. പക്ഷെ SIR ചേർക്കേണ്ട ഡോക്യുമെന്റ്സ് ഉണ്ടാവുമല്ലോ, ഞാനിപ്പോ പറഞ്ഞില്ലേ, പാസ്പോർട്ട്, അല്ലെങ്കിൽ എന്താ റേഷൻ കാർഡ്, അല്ലെങ്കിൽ എന്താ ഐഡന്റിറ്റി കാർഡ്, അതൊക്കെ ഉപയോഗിക്കാം. പക്ഷെ ആധാറിന് നമ്മൾ ഒരു തിരിച്ചറിയൽ രേഖയായിട്ട് മാത്രമേ ഉപയോഗിക്കുള്ളൂ. വോട്ടിങ്ങിൽ പോകാം, SIR ഉപയോഗിക്കാൻ പറ്റില്ല. മനസ്സിലായ? ഓക്കെ. അത് എപ്പോഴാ പോകേണ്ടത്, വോട്ടർ പട്ടിക വന്നുട്ടാ, എണ്ണാൻ പോകുന്ന സമയത്ത് ഒന്നും കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. BLO വരുമ്പോ ഒന്നും കാണിച്ചു കൊടുക്കണ്ട. പിന്നീട് ലിസ്റ്റ് വരും, അപ്പൊ എന്ത് ചെയ്യാ, പോയിട്ട് കാണിച്ചു കൊടുക്കുക, ഞാനിവിടെ ഉണ്ട്, ഞാൻ 2002 ശേഷം എന്ത് ചെയ്തിട്ടില്ല, വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ വോട്ട് 2002 ശേഷം 2002 സമയത്ത് എനിക്ക് അവിടെ വോട്ടില്ല, ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, എന്റെ മാതാപിതാക്കൾ ഉണ്ട്, അല്ലെങ്കിൽ എന്റെ മാതാപിതാക്കൾ US-ലായിരുന്നു, അവര് തിരിച്ചു വന്നിട്ടുണ്ട്, അവരെന്ത് ചെയ്യണം, ആഡ് ചെയ്യണം എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അപ്പൊ പറയാം. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ. ഇപ്പൊ നമ്മൾ ഡീറ്റെയിൽസ് നടക്കുന്നുണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ആണെന്നുള്ളത്. അപ്പൊ ഏകദേശം 70 to 80% വോട്ടർമാർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറയുന്നത്. ഓക്കെ. അവരുടെ ഇന്റർവ്യൂസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവർ പറയുന്നത് 70 to 80% വോട്ടർമാർക്ക് എന്തുണ്ടാവില്ല, പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നത്. ഒരു വോട്ടർക്ക് ഒരു ഫോം, ഒരു വോട്ടർക്ക് 2-3 ഫോം കൊടുക്കുന്നത് ശരിയാണല്ലോ, ഒരു വോട്ടർക്ക് ഒരു ഫോം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് SIR-മായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഈ കറണ്ട് അഫയേഴ്സ് നിങ്ങളുടെ ബുക്കിൽ നന്നായിട്ട് എഴുതി വെക്കുക. വരാൻ പോകുന്ന എക്സാമിൽ എന്ത് വരും, ക്വസ്റ്റ്യൻ വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നോക്കാവുന്നതാണ്. അപ്പൊ ഇതേപോലെ ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. ആൻഡ് വൺസ് അഗൈൻ, ടെലഗ്രാം ഗ്രൂപ്പ്സ് @Kiran PSC സ്റ്റഡി സർക്കിൾ, @Kiran സ്റ്റഡി സർക്കിൾ ഡിഗ്രി. ഓക്കെ. അപ്പൊ ഇതുപോലൊരു ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ.